അഹമ്മദാബാദിൽ ഗില്ലിന്റെ ടൈറ്റൻസ് RCBക്കെതിരെയുള്ള റിവെഞ്ച് എടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. 4 വിക്കറ്റിന്റെ വിജയം 25 ബോൾ ബാക്കി നിൽക്കെ അവർക്ക് നേടാനായി. താരതമ്യേന ചെറിയൊരു സ്കോറായ 155 റൺസിൽ RCB ബാറ്റിംഗ് നിരയെ പിടിച്ചു നിർത്താൻ, അതായത് 20 ഓവർ തികയുന്നതിന് മുന്നേ തന്നെ അവർ ഓൾ ഔട്ട് ആക്കാനായിട്ട് GTയുടെ ബോളർമാർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ കുറെ കൂടി ഈസിയർ ആയിരുന്നു GTക്ക് ആ ഒരു ചേസിൽ ബാറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ. ടോസ് നഷ്ടപ്പെട്ട് RCB ആയിരുന്നു ആദ്യം ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. റബാഡനെ 5 4 അടിച്ചുകൊണ്ട് നല്ലൊരു വെടിക്കെട്ട് തുടക്കം RCBക്ക് വേണ്ടിയിട്ട് കോഹ്ലിക്ക് കൊടുക്കാനായിട്ട് പറ്റിയെങ്കിലും പിന്നീട് അടുത്ത സ്പെല്ല് എറിയാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. റബാഡയുടെ ഓവറിൽ തന്നെ കോഹ്ലിയുടെ വിക്കറ്റ് നഷ്ടമായിരുന്നു. അതിന് തൊട്ട് മുന്നേ തന്നെ ബെത്തലിൻ്റെയും വിക്കറ്റ് RCBക്ക് നഷ്ടമായിരുന്നു. അങ്ങനെ പവർ പ്ലേയിൽ തന്നെ അവർക്ക് 2 വിക്കറ്റുകൾ ആദ്യം നഷ്ടമാകുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ബെത്തലിന് ഈ കളിയിലായാലും കാര്യമായിട്ട് അടിച്ചു കളിക്കാനായിട്ടും പറ്റിയില്ല. അങ്ങനെ 35 റൺസ് എടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ RCBയുടെ 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു. അതിനുശേഷം ക്രീസിലെത്തിയിട്ടുണ്ടായിരുന്ന ദേവദത്ത് പടിക്കലാണെന്നുണ്ടെങ്കിലും രജത് പട്ടിദാർ ആണെന്നുണ്ടെങ്കിലും ആ ഒരു തകർച്ചയിൽ നിന്ന് കുറച്ച് റൺസ് എടുത്തിട്ട് സ്കോർ ബോർഡ് മൂവ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരുന്നത്. പക്ഷേ 79 റൺസിൽ നിൽക്കുമ്പോൾ രജത് പട്ടിദാറിന് ഒരു ഫോൾസ് ഷോട്ട് ഉണ്ടായിരുന്നു. അതിൽ ഹോൾഡറിൻ്റെ ഒരു നല്ലൊരു ക്യാച്ച് നമ്മൾ കണ്ടു. പക്ഷേ ക്യാച്ച് എടുക്കുന്ന വരെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ക്യാച്ച് എടുത്തതിന് ശേഷം ഹോൾഡറിൻ്റെ മൂവ്മെൻറ്റിൽ കുറച്ചൊന്നൊരു കോൺട്രവേഴ്സി ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ക്യാച്ച് എടുത്തതിന് ശേഷം കൺട്രോളിലല്ലാതിരുന്ന ഹോൾഡർ സ്ലൈഡ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ബോൾ കൃത്യമായിട്ട് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ആയിട്ട് ക്യാച്ച് കൺട്രോളിൽ എടുത്തതിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. ഇനി ഗ്രൗണ്ടിലേക്ക് സ്ലൈഡ് ചെയ്യുമ്പോൾ ഫിംഗേഴ്സ് ബോളിൻ്റെ അടിയിലുണ്ടായിരുന്നു എന്നെല്ലാമാണ് അമ്പയർമാരുടെ വാദം. എന്നിരുന്നാലും നമുക്ക് നേക്കഡ് ഐയിൽ കാണുമ്പോൾ ബോൾ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിരുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. RCBയുടെ ഡഗ്ഔട്ടും കാര്യങ്ങളെല്ലാവരും അപ്പീൽ കാര്യങ്ങളെല്ലാം ചെയ്തെങ്കിലും പക്ഷേ അത് ഔട്ടായിട്ട് തന്നെ അമ്പയർമാർ വിധിക്കുകയായിരുന്നു. അങ്ങനെ 3ാമത്തെ വിക്കറ്റ് നഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങനൊരു ഡിസിഷനും കൂടി ഉണ്ടായതോട് കൂടിയിട്ട് GT കുറേ കൂടി ലിഫ്റ്റ് ആയിരുന്നു. അവർക്ക് വിക്കറ്റുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. GT ബോളർമാർ ഇന്നലെ നന്നായാണ് ബോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ RCB ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഫിയർലെസ് ബ്രാൻഡ് ക്രിക്കറ്റ് കളിക്കുന്നതുകൊണ്ട് തന്നെ വന്നവരെല്ലാവരും അടിച്ചു കളിക്കാൻ തന്നെയാണ് പിന്നീട് ശ്രമിച്ചത്. പടിക്കൽ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ പോലും അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ വിക്കറ്റുകൾ പോയിക്കൊണ്ടിരുന്നു. ജിതേഷ് ശർമ്മ ഈ ഒരു കളിയിലും കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും നടത്തിയില്ല. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വിക്കറ്റ് പോയി. നല്ല വിക്കറ്റ് കീപ്പിംഗ് പ്രകടനം ഒക്കെ കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ബാറ്റിങ്ങിൽ തീരെ ഫോമില്ലാതെ ജിതേഷ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ടിം ഡേവിഡിൻ്റെയും വിക്കറ്റും കൃണാലിൻ്റെ വിക്കറ്റും എല്ലാം അങ്ങനെ പെട്ടെന്ന് പോയിക്കൊണ്ടിരുന്നപ്പോൾ RCB നല്ല രീതിയിൽ സമ്മർദ്ദത്തിലായി. ലാസ്റ്റ് ഭുവനേശ്വറൊക്കെയാണ് പിന്നീട് കുറച്ച് റണ്ണൊക്കെ അടിക്കാനായിട്ട് ശ്രമിച്ചത്. ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വന്ന വെങ്കടേഷ് അയ്യറിന് പോലും കാര്യമായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ നടത്താനായിട്ട് പറ്റില്ല. അങ്ങനെ 20 ഓവർ തയ്ക്കുന്നതിന് മുന്നേ തന്നെ 20ാമത്തെ ഓവറിൽ RCB 155 റൺസിന് ഓൾ ഔട്ടായി, അല്ലെങ്കിൽ GT അവരെ ഓൾ ഔട്ട് ആക്കി എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയപ്പോൾ താരതമ്യേന ചെറിയ സ്കോർ ആയതുകൊണ്ട് തന്നെ ആ തുടക്കം മുതൽ അടിച്ചു കളിക്കാനാണ് ഗില്ല് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. 18 ബോളിൽ 43 റൺസ് ആണ് ഗില്ലിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നത്. ഹെയ്സൽവുഡിനെ കോഹ്ലി എങ്ങനെയാണോ റബാഡനെ അടിച്ചത് അതുപോലെ തന്നെ ഹെയ്സൽവുഡിനെ ആദ്യത്തെ ഓവറിൽ 24 റൺസ് അടിച്ചുകൊണ്ടാണ് ഗില്ല് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. സുദർശൻ്റെ വിക്കറ്റ് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഭുവനേശ്വർ നല്ലൊരു തുടക്കം കൊടുത്തെങ്കിലും പിന്നീട് ഗില്ലായാലും ബട്ട്ലർ ആണെങ്കിലും രണ്ടുപേരും അടിച്ചു കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നത്. ബട്ട്ലറിനെയും ഫസ്റ്റ് റൺ എടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹെയ്സൽവുഡിൻ്റെ ബോളിൽ പുറത്താക്കാനായിട്ട് ഒരവസരം ഉണ്ടായിരുന്നു ജിതേഷിന്. പക്ഷേ ആ ക്യാച്ച് അവിടെ വിട്ട് കളയുന്നതാണ് കണ്ടത്. പക്ഷേ അതൊരു കോസ്റ്റ്ലി മിസ്റ്റേക്ക് ആയിരുന്നു. പിന്നീട് ബട്ട്ലർ 38 റൺസ് എടുത്തിട്ട് ഓൾമോസ്റ്റ് GTക്ക് അവരൊരു വിജയത്തിന് ഏകദേശം അടുത്തെത്തിച്ചിരുന്നു. ബട്ട്ലറിൻ്റെ വിക്കറ്റ് പോകുന്ന സാഹചര്യത്തിൽ ഏകദേശം 64-65 റൺസ് മാത്രമാണ് GTക്ക് ജയിക്കാനായിട്ടുണ്ടായിരുന്നുള്ളൂ. അവിടെ 12.3 ഓവറോളം ബാക്കിയുണ്ടായിരുന്നു. GTയുടെ മിഡിൽ ഓർഡറിന് കാര്യമായിട്ടുള്ള കളികളിലൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു മത്സരത്തിലും അവർ ചെറുതായി ഒന്ന് പതറുന്നതായിട്ടാണ് കണ്ടത്. കാര്യമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ വാഷിംഗ്ടൺ സുന്ദറിനാണെന്നുണ്ടെങ്കിലും ജെയ്സൺ ഹോൾഡറിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഷാറുഖ് ഖാൻ ആണെങ്കിലും കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഒരറ്റത്ത് നിന്നിട്ട് തെവാട്ടിയെ പതുക്കെ ആ സ്കോറിൽ റണ്ണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവരെയും ചെറിയ കോൺട്രിബ്യൂഷൻ ഉള്ളതുകൊണ്ട് സ്കോർ ബോർഡിൽ കാര്യമായിട്ടുള്ള ഒരുപാട് റൺസ് എടുക്കേണ്ട പ്രഷർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഈസിയറായിട്ട് 25 ബോൾ ബാക്കി നിൽക്കെ ആ ഒരു സ്കോർ ചേസ് ചെയ്യുന്നതായിട്ടാണ് കണ്ടത്. അങ്ങനെ GTക്ക് 10 പോയിൻ്റായിട്ട് അവർക്ക് ഇപ്പോൾ ടേബിളിൽ 5ാമത്തെ പൊസിഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. RCBക്ക് ആണെന്നുണ്ടെങ്കിൽ അവരാദ്യമായിട്ടാണ് ഇപ്പോൾ 10 വിക്കറ്റുകളും ഒരു ഇന്നിങ്സിൽ നഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് എന്തായാലും എന്താണ് തെറ്റ് പറ്റിയത്, ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇനി എന്തെങ്കിലും ആ ഒരു ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് കളിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനും കാര്യങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയൊക്കെയുള്ള ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ആയിട്ട് അറിയിക്കുക.